Good morning. Okay, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെയ്യുവാണ്. പേജ് നമ്പർ 18. ക്വസ്റ്റ്യൻ കുറേ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ശകലം എഴുതിയിട്ടുള്ളൂ. ക്വസ്റ്റ്യൻ ഇത് കണ്ടോ, സ്ക്വയേഴ്സ് ആണ്. ഇവിടെ 2 സ്ക്വയർ, ഇവിടെ എത്ര സ്ക്വയർ ഉണ്ട്? 4 സ്ക്വയർ, ഇവിടെ 6, ഇവിടെ 8 സ്ക്വയേഴ്സ്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒന്ന്, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ഇൻ ഈച്ച് പിക്ചർ. ഇത് ഒന്നാമത്തെ പിക്ചർ, ഇത് രണ്ടാമത്തെ, ഇത് 3, ഇത് 4. ഈ ചാപ്റ്റർ ആദ്യത്തെ ഭാഗത്തെ പ്രോബ്ലംസ് എല്ലാം ഇങ്ങനെയാണ് കേട്ടോ, വെറുതെ നിങ്ങൾ എണ്ണി എടുക്കാനാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണ്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതണം, സ്മോൾ സ്ക്വയർ ഇൻ ഫിഗർ 1. ഫിഗർ 1ൽ എത്രയുണ്ട്? എത്ര സ്ക്വയർ ഉണ്ട്? 1, 2 സ്മോൾ സ്ക്വയേഴ്സ് ആട്ടോ, 2. ഇനി സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ഫിഗർ 2. ഫിഗർ 2ൽ എത്ര ഉണ്ട്? 1, 2, 3, 4. ഇനി ഫിഗർ 3ൽ എത്രയുണ്ട്? സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ഫിഗർ 3. 1, 2, 3, 4, 5, 6. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഫിഗർ 4? 8. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇതൊക്കെയാണോ ക്വസ്റ്റ്യൻസ്, കുറച്ച് എണ്ണി എടുക്കുന്നത്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേ? മാർക്ക് കിട്ടുന്ന വഴികളാണ്. ഞാനത് ഇവിടെ ഒന്ന് എഴുതിയിടാൻ പോവാണ്, സ്മോൾ സ്ക്വയേഴ്സ്. കാരണം നമുക്കിത് ആവശ്യമുണ്ട്. നിങ്ങൾ ബുക്കിൽ എഴുതുമ്പോഴത്തേക്കും നമുക്കിവിടെ ഇടയില്ലാത്തതുകൊണ്ട് ഇത് തൂക്ക് കളയുന്നത്. ബുക്കിൽ എഴുതുമ്പോൾ അതുണ്ടല്ലോ അവിടെ ഓൾറെഡി. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. വലിയ സ്ക്വയേഴ്സ് എത്രണ്ണം ഉണ്ട്? ചെറുതല്ല, വലുത്. ഫിഗർ 1ൽ വലിയ സ്ക്വയർ ആയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് നോക്കിയേ, ഇത് സ്ക്വയേഴ്സ് ആണ്. ഇത് 2 ചെറിയ സ്ക്വയേഴ്സ്. ഇതും സ്ക്വയർ ആണ്, ഇത് സ്ക്വയർ ആണ്. പക്ഷെ ഈ 2 സ്ക്വയറോട് ചേരുമ്പോൾ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ് കിട്ടുന്നത്. സ്ക്വയർ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം അതിനെഴുതാൻ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ലാർജ്, വെറും സ്ക്വയേഴ്സ് അല്ല, ലാർജ് സ്ക്വയേഴ്സ് ഇൻ ഫിഗർ 1 എത്രയാണ്? വല്ലതും ഉണ്ടോ മക്കളെ? ഫിഗർ 1 0. മനസ്സിലായോ? ഈ ഫിഗർ 1ൽ ഒരു ലാർജ് സ്ക്വയറും ഇല്ല. ഇനി നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ഫിഗർ 2. ഫിഗർ 2ൽ എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? നോക്കി, ഇതൊരു ലാർജ് സ്ക്വയർ ആണ് അല്ലേ? ഇത് ലാർജ് ആണ്. ഈ 4 എണ്ണം, ഈ ചെറുത്, ഇത് ചെറിയ 4 സ്ക്വയേഴ്സ് ചേർന്നിട്ട് ഒരു വലിയ സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എത്ര ഉണ്ട്? ഫിഗർ 1ൽ എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? ഒരെണ്ണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫിഗർ 3ൽ എത്ര എണ്ണം ഉണ്ട്? ഫിഗർ 3 പറ, എത്ര എണ്ണം ഉണ്ട്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ റെക്ടാങ്കിൾ അല്ലേ? റെക്ടാങ്കിൾ ആണല്ലോ, അതിനകത്ത് ഇല്ലല്ലോ എന്ന്. അല്ല, ഉണ്ട്. എനിക്ക് ഈ 4 എണ്ണം എടുത്ത ഒരു ലാർജ് സ്ക്വയർ ആയില്ലേ? ഒരെണ്ണമായി. ഇങ്ങോട്ട് എടുത്തു, അത് ഇങ്ങോട്ടും എടുത്താലോ, ഇങ്ങനെ എടുത്താലോ, അതും ഒരു ലാർജ് സ്ക്വയർ അല്ലേ? കണ്ടോ? അപ്പം ഇങ്ങനെ ഒരെണ്ണം 1, 2, 3, 4 ചേർന്ന ഒരു ലാർജർ, പിന്നെ ഇതിനെ കൂടെ ഉൾപ്പെടുത്തി ഇവര് 1, 2, 3, 4. മനസ്സിലായോ? അപ്പൊ എത്ര ലാർജ് സ്ക്വയർ ഉണ്ട്? 2 ലാർജ് സ്ക്വയർ. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തേർഡ് ഫിഗറിൽ എത്ര എണ്ണം വരും? ഫോർത്ത് ഫിഗറിൽ എത്ര എണ്ണം വരും? നിങ്ങളൊന്ന് പറഞ്ഞേ. അതായത് ലാർജ് ഫിഗർ വരണമെങ്കിൽ 4 ചെറിയ സ്ക്വയേഴ്സ് വരണം. 4 എണ്ണം, 4 സ്മോൾ സ്ക്വയേഴ്സ്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരെണ്ണം 1, ഇത് ചേർന്ന് 2 കണ്ടോ, പിന്നെ ഈ അറ്റത്തെ ഇതും കൂടെ ചേർന്ന് 3. മനസ്സിലായല്ലോ എങ്ങനെ ലാർജ് വന്നത്? ഇത് 2 എണ്ണം, ആദ്യത്ത് കിടക്കുന്ന 2 എണ്ണം, പിന്നെ ഈ നടുക്ക് കിടക്കുന്ന 2 എണ്ണം ചേർന്ന് ഒരു ലാർജ് സ്ക്വയർ, പിന്നെ ഈ കിടക്കുന്ന അറ്റമണി. ഒന്നിനകത്ത് ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് മറ്റേനകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഒരെണ്ണത്തിനകത്ത് ഉൾപ്പെട്ട സ്ക്വയറിനെ അപ്പുറത്തും കൂടെ ചേർത്തിട്ട് നമുക്ക് അവിടെ ഒരു ലാർജ് സ്ക്വയർ ഉണ്ടാക്കാം. അപ്പൊ അവിടെ എത്ര എണ്ണം ഉണ്ട്? 3. മനസ്സിലായല്ലോ? ഒന്ന് എണ്ണി എടുത്താൽ മാത്രം മതി. ഇവിടെ ഇല്ല, ഇവിടെ റെക്ടാങ്കിളേ ഉള്ളൂ. 4 ചെറിയ സ്ക്വയർ ചേരുമ്പോഴാണ് ഒരു ബിഗ് സ്ക്വയർ ആകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഇവിടെ ഒരെണ്ണം, ഇവിടത്തെ ഇങ്ങനെ 2 എണ്ണം, ഇവിടെ ഒന്ന് ഇങ്ങനെ, പിന്നെ നടുക്കത്തെ 4 എണ്ണം ചേർന്ന്, പിന്നെ ഈ സൈഡിലത്തെ. അപ്പം നമുക്ക് എഴുതാം, ലാർജിന്റെ സീക്വൻസ് എഴുതാമല്ലോ. എത്രയാണ്? 0, 1, 2, 3. മനസ്സിലായോ? സിമ്പിളാ, നിങ്ങൾ വിചാരിക്കുന്നതൊന്നും ഇല്ല, സിമ്പിളാണേ. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഹൗ മെനി സ്ക്വയേഴ്സ്. ടോട്ടൽ സ്ക്വയർ എത്രയുണ്ട്? ഏതൊക്കെ കൂട്ടി? ലാർജും സ്മോളും കൂടെ കൂട്ടി ടോട്ടൽ എത്രയുണ്ടെന്ന്. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ്, ടോട്ടൽ സ്ക്വയർ ഇൻ ഫിഗർ 1. എഴുതാൻ എളുപ്പമാണ്, ഒന്നുമില്ല. എന്ത് ചെയ്താൽ മതി? ഈ സ്മോളും ലാർജും കൂടെ ആഡ് ചെയ്തിട്ടാൽ മതി. അതായത് ഞാൻ പറഞ്ഞു നോക്കി, ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ചെറുത് എത്ര എണ്ണം ഉണ്ട്? 1, 2. വലുതുണ്ടോ? ഇല്ല. ഇത് കണ്ടോ, ചെറുത് 2 എണ്ണം, വലുതില്ല. ഇപ്പൊ 2 + 0 എത്രയാണ്? 2. മനസ്സിലായോ?
സോറി. ഇനി അടുത്തത് സെക്കൻഡ് ഫിഗർ നോക്കിയേ. ഫിഗർ 2 ടോട്ടൽ എത്രയുണ്ട്? ചെറുത് എത്ര ഉണ്ട്? 1 2 3 4 ഉണ്ട്. പിന്നെ നമുക്ക് വലിയ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ 4 5. അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? അതെ, ഇവിടെ അങ്ങ് കൂട്ടി വെച്ചാൽ മതി. 4 + 1 5. അങ്ങനെയാണെങ്കിൽ ഫിഗർ 3 ഇവിടെ കൂട്ടി പോയാൽ പോരെ? 6 + 2 8 എന്ന്. അതോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒഴി നോക്കാം. 1 2 3 4 5 6. ചെറുത് 6. പിന്നെ വലിയത് ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു 7. ഇവിടെ ഒരു വലുതുണ്ടായിരുന്നു 8. കണ്ടോ? അങ്ങനെയുള്ള സമയം കളയണോ? വേണ്ട, നമുക്കിവിടെ ഉണ്ട്. ദേ ഫോർത്തിൽ എത്ര ഉണ്ടായിരിക്കും? 8 + 3 എത്രയാ? 11 ആണോ? ഇവിടെ 8, ഇങ്ങനെ 9, ഈ നടുക്കൊന്ന് 10, ഈ സൈഡിലൊന്ന് 11. കിട്ടിയില്ലേ മക്കളെ? ടോട്ടൽ സ്ക്വയേഴ്സ് എത്ര കിട്ടി? 2 5 8 11. ഇത്രയേ ഉള്ളൂ. കണ്ടോ? ഹൗ മെനി സ്ക്വയേഴ്സ്? നമ്മൾ എന്ത് ഈസി ആയിട്ട് അവിടെ എണ്ണി എടുത്തല്ലേ? അതാണ്. പിന്നെ അവർ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നോക്കട്ടെ. കൗണ്ട് ദിസ് പാറ്റേൺ ഈച്ച്. ഇത് ഓരോന്നും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമ്മൾ എഴുതി. ഓരോന്നും അതായത് നമുക്ക് 3 പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ചെറുതിൻ്റെത്, വലുതിൻ്റെത്, ടോട്ടല്. ഇവർ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? നിങ്ങൾ പറ. നമ്മൾ പഠിച്ചു, അവരുടെ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ, തൊട്ടടുത്തുള്ള സംഖ്യകൾ തമ്മിൽ ഡിഫറൻസ് നോക്കുമ്പോൾ സെയിം നമ്പർ ആയി കിട്ടുന്നെങ്കിൽ അവർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തത് സീക്വൻസ് ഓഫ് സ്മോൾ സ്ക്വയർ. സീക്വൻസ് ഓഫ് സ്മോൾ സ്ക്വയർ എഴുതുവാണ് 2 4 6 8. ഇതിന് കോമൺ ഡിഫറൻസ് നോക്കിയേ എത്രയാ? 4 - 2 നോക്കിയേ എത്രയാ? അത് എഴുതണോ? വേണ്ടല്ലോ. വേണം നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. 4 - 2 2 ആണ്. 6 - 4 2 ആണ്. 8 - 6. ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോബ്ലം നോക്കിയപ്പോഴേ ആദ്യത്തെ 2 കോമൺ ഡിഫറൻസ് സെയിം ആയിരുന്നു. പക്ഷെ തേർഡ് 1 നോക്കിയപ്പോഴത്തേക്കും കോമൺ ഡിഫറൻസ് വ്യത്യാസം വന്നു. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാം ഒന്നും ചെയ്ത് നോക്കണ്ട. ഒരു അടുപ്പിച്ചുള്ള ഒരു 3 നോക്കിയാൽ മതി, സെയിം ആണ്. അപ്പം കോമൺ ഡിഫറൻസ് ഈസ് എത്രയാണ്? 2. therefore it is an arithmetic. നിങ്ങൾ എഴുതുമല്ലോ, അരിത്തമെറ്റിക് സീക്വൻസ്. മക്കളെ പിന്നെ ഒരു കാര്യം പറയണ്ടേ, അരിത്തമെറ്റിക് എന്നാണ് നമ്മൾ പറയുന്നത്. അത് സ്പെല്ലിങ് ഇല്ല കേട്ടോ. ARITH വരെ ഉള്ളൂ. നമ്മുടെ ആ സ്പെല്ലിങ് വെച്ച് നമ്മൾ പ്രൊണൗൺസിയേഷൻ വെച്ചിട്ട് നമ്മൾ വിചാരിക്കും THME ആണെന്ന് വിചാരിക്കും. അങ്ങനെ അല്ല കേട്ടോ. അതൊന്ന് കാരണം ഞാൻ മിക്കപ്പോഴും എഴുതുമ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ ആ ഉച്ചാരണം വെച്ച് എഴുതുമ്പോഴേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത സീക്വൻസ് നോക്കിയേ. സീക്വൻസ് ഓഫ് ലാർജ് സ്ക്വയറിന്റെ സീക്വൻസ് ഒന്ന് എഴുതിക്കേ. ഏതൊക്കെയാണ്? 0 1 2 3. ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ? 1 0 പോകെ 1 തന്നെയല്ലേ? 1 0 പോയ 1, 2 1 പോകെ 1, 3 2 പോകെ 1. അപ്പോൾ കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് 1 ആണ്. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക്. ഞാനിപ്പോൾ അരിത്തമെറ്റിക് AS എന്ന് മാത്രമേ എഴുതുള്ളൂ. നിങ്ങൾ അങ്ങനെ എഴുതിയാൽ പോരാ, നിങ്ങൾ ഫുൾ എഴുതണം. എന്നാൽ അടുത്തത് കൂടി താഴോട്ടങ്ങ് എഴുതിയേക്കല്ലേ. സീക്വൻസ് ഓഫ് ടോട്ടൽ സ്ക്വയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതുക. എന്തായിരുന്നു? 2 5 8 11. കോമൺ ഡിഫറൻസ് ഉണ്ടോ? കോമൺ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. എത്രയാ? 5 - 2 3 അല്ലേ? 5 - 2 3 ആണ്. 8 - 3 8 - 5 3 ആണ്. 11 - 8 3 ആണ്. ഓ ഉണ്ടല്ലോ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്താണ്? കോമൺ ഡിഫറൻസ് is 3. so it is an arithmetic sequence. ഓക്കെ മക്കളെ, എളുപ്പമല്ലേ? ചുമ്മാ എണ്ണിയെടുത്തു, സ്ക്വയേഴ്സ് എണ്ണിയെടുത്തു. പിന്നെ അവിടെ അതാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കി. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാൻ ഒരു പാടുമില്ല. എന്താണ് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതി. അതായത് അടുത്തടുത്തുള്ള സംഖ്യകൾ സബ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ സെയിം ആണെങ്കിൽ, കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. എളുപ്പമാണ്. എളുപ്പമാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് നിങ്ങൾക്ക് എളുപ്പമുള്ളതായിരിക്കും. ഓക്കെ മക്കളെ, വീഡിയോ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.